സീമാറൽ എക്സാലോജി കേസിൽ വീണ്ടും ഇഡി റെയ്ഡ്. 8 ഇടങ്ങളിലാണ് ഇഡി പരിശോധന. കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സോൾസ് പരസ്യ കമ്പനി ഉടമയുമായ പി നിഖിലിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. നിഖിലിന്റെ ഫറൂഖ് കരുവന്തുരുത്തിയിലെ പരിശോധന പൂർത്തിയാക്കിയതായാണ് അശോകപുരത്തെ ഫ്ളാറ്റിലെത്തിയത്. DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. വീണ ടിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇഡി റെയ്ഡ്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഇതിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കേസിൽ CMRL കേസിൽ വീണ്ടും ഇഡി റെയ്ഡ് തുടരുകയാണ്. വീണ ടിയുടെ വീട്ടിൽ നിന്നും ലഭിച്ച ഡയറിയിലുള്ള പേരുകൾ പരിശോധിച്ചാണ് പരിശോധന നടക്കുന്നത്. അത് ലിനിഷ, കേരളത്തിലാകമാനം 8 ഇടങ്ങളിലധികം പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം 6ഓളം ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ഏകദേശം 7 മണിയോട് കൂടി തന്നെ ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബാലൻ കെ നായർ റോഡിലുള്ള കോസ്മോസ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് താഴെയാണ്. ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സോളേസ് പരസ്യ കമ്പനിയുടെ ഉടമയുമായിട്ടുള്ള പി നിഖിലിന്റെ വീടുള്ളത്, ഫ്ളാറ്റ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ED സംഘം പരിശോധന നടത്തുന്നത്. നമ്മൾ ഫ്ളാറ്റിന്റെ താഴത്താണ് നിൽക്കുന്നത്. ഏകദേശം 3 മണിക്കൂറായി ഇവിടെ പരിശോധന തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയിൽ ആകമാനം 6 ഇടങ്ങളിലധികം പരിശോധന നടക്കുന്നുണ്ട്. DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജറായിട്ടുള്ള നന്ദുലാലിന്റെ കുണ്ടുപറമ്പിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. DYFI ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയും മുതിർന്ന CPIMന്റെ മുൻ മേയറായിട്ടുള്ള രാജഗോപാലിന്റെ സഹോദരി പുത്രനും കൂടിയാണ് DTPC ഡെസ്റ്റിനേഷൻ മാനേജറായിട്ടുള്ള നന്ദുലാലും അതോടൊപ്പം തന്നെ പി നിഖിൽ അടക്കമുള്ള ആളുകൾ മുൻ മന്ത്രിയും നിലവിലെ ബേപ്പൂര് MLA കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് കൂടി ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ എന്ന സ്ഥാപനത്തിലും പന്തിരാങ്കാവിലുള്ള നൂറ ഹെൽത്ത് എന്ന സ്ഥാപനത്തിലും ഇന്നിപ്പോൾ പരിശോധന സമാന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഈ പരിശോധനയുടെ ഭാഗമായി ഈ നിഖിലിന്റെ ഫ്ളാറ്റിലേക്ക് ED അന്വേഷണ സംഘം എത്തുമ്പോൾ നിഖിൽ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തി നിഖിലിനെ ഈ ഫ്ളാറ്റിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പരിശോധന നടന്നു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലടക്കം നടത്തിയ പരിശോധന, ഈ പരിശോധനകളിൽ വീണയുടെ ഒരു ഡയറി കണ്ടെത്തിയിരുന്നു. ആ ഡയറിയിൽ ഉണ്ടായിരുന്ന 4 പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഇവരുമായി നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ നിഖില് പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു പരസ്യ കമ്പനി, സൊലേസ് എന്ന ഒരു പരസ്യ കമ്പനി, അതിപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതടക്കമുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ മന്ത്രിയായിട്ട് സേവനം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ കൂടിയായിട്ടുള്ള അടുത്ത സന്തത സഹചാരികൾ കൂടിയായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനഘട്ട പരിശോധനയാണ് എന്നുള്ളതും ED വ്യക്തമാക്കുന്നുണ്ട്. ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിന് മുൻപ് അവസാനഘട്ട പരിശോധനയാണിത്. ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് അവസാനഘട്ട പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് ED അന്വേഷണ സംഘം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. നിഖിലിന്റെ ഫറൂഖ് കരുവന്തുരുത്തിയിലെ വീട്ടിലും അന്വേഷണ സംഘം ED സംഘം എത്തിയിരുന്നു രാവിലെ. അവിടെ എത്തി കുറച്ച് സമയത്തെ പരിശോധനകൾക്ക് ശേഷം, അവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ അശോകപുരത്തെ ഈ ഫ്ളാറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഈ ED റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. മുൻപ് കോഴിക്കോട് ജില്ലയിൽ അന്ന് നമുക്കറിയാം മുഹമ്മദ് റിയാസിന്റെ അടക്കം വീടുകളിൽ പരിശോധന നടത്തിയപ്പോൾ, കോട്ടൂളിയിലെ വീട്ടിലടക്കം ED റെയ്ഡ് നടന്നപ്പോൾ വലിയ രീതിയിൽ CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും എത്തുകയും വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ നിലയിലുള്ള ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല. ഇവിടെ മറ്റാളുകൾ അധികം ആരും തന്നെ ആളുകളില്ല എന്നുള്ളതും കൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെയാണെങ്കിലും ഈ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ആകമാനം 6 ഇടങ്ങളിലാണ് ഇന്ന് EDയുടെ പരിശോധന നടക്കുന്നത്. വീണ ടിയുടെ ഡയറിയിൽ നിന്നും ലഭിച്ച പേരുകളിലാണ് പരിശോധന തുടരുന്നത്. വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.